ആയില്യം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടത്തിന് ശേഷം അധികാരത്തിൽ വന്ന രാജാവാണ് ആയില്യം തിരുനാൾ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1860 മുതൽ 1880 വരെയുള്ള 20 വർഷ കാലയളവാണ്. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിന് മാതൃകാ സംസ്ഥാനം എന്നൊരു പദവി ലഭിക്കുന്നതും ഇദ്ദേഹത്തിന് മഹാരാജ പദവിയെല്ലാം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കയ്യിൽ നിന്നും ലഭിക്കുന്നതൊക്കെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്നും ആ ഒരു സമയത്ത് ഈ ഒരു 20 വർഷ കാലയളവിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന 3 ദിവാൻമാരെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തിരുവിതാംകൂറിൽ ആ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്ന 3 ദിവാൻമാർ ആരൊക്കെയാണെന്നും അവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ഒന്ന് നോക്കാം. സർ ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള, ഇങ്ങനെ 3 ദിവാൻമാരാണ് ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഉത്രം തിരുനാളിൻ്റെ ഭരണ അവസാന കാലത്ത്, അതായത് 1858 സർ ടി മാധവറാവു തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് ചാർജ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഇദ്ദേഹം ആണ് തിരുവിതാംകൂറിനെ ഒരു കടബാധ്യതയിൽ നിന്നൊക്കെ രക്ഷിച്ച് വികസനത്തിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇദ്ദേഹം 1872 വരെ എന്ത് ചെയ്തിരുന്നു? പദവിയിൽ തുടർന്നിരുന്നു. അതിനുശേഷം ദിവാനായിട്ട് വന്നത് ശേഷയ്യ ശാസ്ത്രിയാണ്. അപ്പോൾ 1872 മുതൽ 1877 വരെ ശേഷയ്യ ശാസ്ത്രി ദിവാനായിട്ടിരുന്നിരുന്നു. അതിനുശേഷം വന്നതാണ് നാണുപിള്ള. അപ്പോൾ ഇവരെല്ലാവരും ഭരണത്തിൽ ആയില്യം തിരുനാളിനെ വളരെയധികം സഹായിക്കുകയും നല്ല രീതിയിൽ തിരുവിതാംകൂറിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഇപ്പോൾ സർ ടി മാധവറാവു അധികാരത്തിൽ വരുമ്പോൾ സാമ്പത്തിക ബാധ്യതയിലായിരുന്ന തിരുവിതാംകൂറിനെ സാമ്പത്തിക ഭദ്രതയിലേക്കും വികസനത്തിലേക്കും എല്ലാം നയിച്ചു. ഇനി ശേഷയ്യ ശാസ്ത്രി ആണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗ്രാൻഡിൻ എയ്ഡ് സംവിധാനവും എല്ലാം നൽകുകയുണ്ടായി. അതിനുശേഷം നിയമിതനായ നാണുപിള്ള പൊതുമരാമത്ത് പണികളിലും ജലസേചന പദ്ധതികളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. ഈ ഒരു ശേഷയ്യ ശാസ്ത്രി നാണുപിള്ള ഇവരുടെ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് സർക്കാർ മന്ദിരങ്ങളും റോഡുകളും പാലങ്ങളും സത്രങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടു. നാണുപിള്ള അദ്ദേഹം സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കുന്നതിനുള്ളൊരു പുതിയ സമ്പ്രദായമെല്ലാം ആരംഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ സംരക്ഷണത്തിനും ശുചീകരണ പ്രവർത്തനത്തിനുമെല്ലാം ചട്ടങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ ഇവർ 3 പേരുടെ പേരുകൾ നമുക്ക് ഓർത്തിരിക്കണം. സർ ടി മാധവറാവു, ശേഷയ്യ ശാസ്ത്രി, നാണുപിള്ള, 3 പേരാണ് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ ഭരണ നേട്ടങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖർ. നമ്മൾ പറഞ്ഞു 3 ദിവാൻമാരെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു ആയില്യം തിരുനാളിൻ്റെ ഭരണ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലെത്തിയൊരു സംസ്ഥാനമായിരുന്നു. അപ്പോൾ വളരെ മികച്ച ഭരണത്തിനെല്ലാത്തിനും ആയിട്ട് 1866 ബ്രിട്ടീഷ് രാജ്ഞിയായിട്ടുള്ള വിക്ടോറിയ രാജ്ഞിയിൽ നിന്നും ആയില്യം തിരുനാളിന് എന്ത് ലഭിച്ചു? മഹാരാജ ബിരുദം ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോൾ മഹാരാജ ബിരുദം ലഭിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയില്യം തിരുനാളാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങളും പരിഷ്കാരങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് 1865 പണ്ടാരപ്പാട്ട വിളംബരം. ഓക്കെ, 1865 പണ്ടാരപ്പാട്ട വിളംബരം. അപ്പോൾ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന അവകാശം സ്ഥിരപ്പെടുത്തി കൊടുത്തു. ഈ ഒരു പണ്ടാരപ്പാട്ട വിളംബരത്തിലൂടെ സർക്കാർ വക പാട്ടവസ്തുക്കളുടെ മേൽ കുടിയാന്മാർക്ക് സ്ഥിരാവകാശം നൽകി. അപ്പോൾ 1865 പണ്ടാരപ്പാട്ട വിളംബരം. ഇനി 1867 ജന്മി കുടിയാൻ വിളംബരം. അപ്പോൾ ഈ ഒരു വിളംബരത്തിലൂടെ എന്താണ് ലഭിച്ചത്? വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത നൽകി. വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരതയും സംരക്ഷണവും ഉറപ്പാക്കിയ ഒരു വിളംബരമാണ് 1867 ജന്മി കുടിയാൻ വിളംബരം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റ് ഭരണ നിയമ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇനി 1861 സിവിൽ ക്രിമിനൽ വ്യവഹാര ക്രമങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ബ്രിട്ടീഷ് നിയമസംഹിത തിരുവിതാംകൂറിൽ ഭേദഗതികളോടെ നടപ്പാക്കി. അപ്പോൾ നിയമസംഹിതകൾ എന്തിനെ സംബന്ധിച്ചാണ്? സിവിൽ ക്രിമിനൽ വ്യവഹാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള നിയമസംഹിത, ബ്രിട്ടീഷ് നിയമസംഹിത ഉണ്ടോ, അത് നമ്മൾ തിരുവിതാംകൂറിൽ കുറച്ച് ഭേദഗതികളോടെ 1861 ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ നടപ്പാക്കി. അപ്പോൾ ഈ 1861 എന്ന് പറയുമ്പോൾ ദിവാൻ ആരായിരുന്നു? സർ ടി മാധവറാവു. ഓക്കെ,
ഇനി സ്മോൾ കോസസ് കോടതികൾ സ്ഥാപിക്കുകയുണ്ടായി. ചെറിയ കേസുകൾ മറ്റും ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സ്മോൾ കോസസ് കോടതികൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെയാണ് കുരുമുളക്, പുകയില ഇവയുടെയൊക്കെ കച്ചവടത്തിൽ സർക്കാരിനായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. സർക്കാരിൻ്റെ കുത്തകയായിരുന്നു പുകയിലയുടെയും കുരുമുളകിൻ്റെ എല്ലാം കച്ചവടം. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ ഈ കുരുമുളകിൻ്റെയും പുകയിലയുടെയൊക്കെ കച്ചവടത്തിൽ സർക്കാരിനുണ്ടായിരുന്ന ഈ കുത്തക അങ്ങോട്ട് എടുത്തു മാറ്റി. ഓക്കെ, അപ്പോൾ ഇത് പിൻവലിക്കപ്പെട്ടതോടുകൂടി പിന്നീട് എന്ത് ചെയ്തു, കുരുമുളക് കൃഷിയിലേക്ക് മറ്റുള്ളവർക്ക് കൂടുതൽ പേർക്ക് ഇറങ്ങി വരാനും പുകയിലയും കുരുമുളക് കൃഷിയിലേക്ക് മറ്റുള്ളവർക്ക് ഇറങ്ങി വരാനും അത് കുറച്ചുകൂടെ വ്യാപിപ്പിക്കാനും സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ്? നിയമസംഹിത 1861 സിവിൽ ക്രിമിനൽ നിയമസംഹിത നടപ്പാക്കുന്നു. സ്മോൾ കോസസ് കോടതികൾ വരുന്നു. കുരുമുളക്, പുകയില എന്നിവയിലുണ്ടായിരുന്നു സർക്കാരിൻ്റെ വ്യാപാര കുത്തക പിൻവലിച്ചത്. ഇനി അടുത്തത് വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ. അപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലും കാണാൻ പറ്റും വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 1866 സമ്പൂർണ്ണമായൊരു ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത്. 1866 സമ്പൂർണ്ണമായൊരു ആർട്സ് കോളേജ് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അങ്ങനെ പല ബഹുഭാഷ സ്കൂളുകൾ എന്ത് ചെയ്തു, വ്യാപകമായിട്ട് സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് സ്കൂളുകളും രാജ്യത്തുടനീളം തുറന്നു. പിന്നീട് നമ്മുടെ ശേഷയ്യ ശാസ്ത്രിയുടെ ഒരു കാലഘട്ടത്തിലാണ്, അദ്ദേഹം ദിവാനായിരുന്ന സമയത്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഗ്രാൻഡ് ഇൻ എയ്ഡ് എന്ന് പറയുന്നൊരു ധനസഹായം എന്ത് ചെയ്തിരുന്നു, ഏർപ്പെടുത്തിയിരുന്നു. 1872 വരെയാണ് സർ ടി മാധവറാവു ദിവാനായിട്ട് അധികാരത്തിൽ തുടർന്നത്. അതിനുശേഷം വന്നതാണ് ശേഷയ്യ ശാസ്ത്രി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വർക്കല തുരുപ്പ് തുറക്കുന്നത്. 10 ലക്ഷം രൂപയാണ് ഈ ഒരു വർക്കല തുറപ്പിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത്. 1875 ഇത് തുറന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കാഴ്ച ബംഗ്ലാവ്, തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവും യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മെയിൻ കെട്ടിടമൊക്കെ പണി കഴിപ്പിക്കുന്നത്. ഈ ശേഷയ്യ ശാസ്ത്രിക്ക് പ്രധാനമായിട്ടും അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന മേഖലയായിരുന്നു ഗതാഗതവും ജലസേചനവും എല്ലാം. 1875 അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് വർക്കല തുറപ്പ് പണി കഴിപ്പിക്കുന്നതും തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രധാനപ്പെട്ട കെട്ടിടവുമെല്ലാം പണിയിപ്പിക്കുന്നത്. പിന്നെ മറ്റൊന്നാണ് പുനലൂർ തൂക്കുപാലം. നമ്മളോട് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, പുനലൂർ തൂക്കുപാലം ആരുടെ കാലഘട്ടത്തിലാണെന്നുള്ളത്. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിക്കുന്നത്. ഇത് വർഷം ഏതാണ്? 1877. ആൻഡ് ഈ ഒരു പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? കല്ലട നദിക്ക് കുറുകെയാണ്. അപ്പോൾ കല്ലട നദിക്ക് കുറുകെയാണ് പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. 1877 ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണിത് പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗതാഗതവും പൊതുമരാമത്തിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നാഞ്ചിനാട്ടെ നികുതിയിൽ കുറവ് വരുത്തുകയുണ്ടായി. ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ നാഞ്ചിനാട്ടിലെ നികുതിയിലൊക്കെ കുറവ് വരുത്തി. ഇനി നമുക്ക് മറ്റ് കാര്യങ്ങളും കൂടെ കുറച്ച് നോക്കാം. അപ്പോൾ ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ രാജ്യത്തുടനീളം ആശുപത്രികൾ സ്ഥാപിക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ അന്ന് വലിയൊരു സിവിൽ ഹോസ്പിറ്റലും ഭ്രാന്താശുപത്രി ഒക്കെ സ്ഥാപിച്ചു. അപ്പോൾ അതാണ് ആരോഗ്യ മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 1861 അഞ്ചൽ സംവിധാനം, അതായത് നമ്മളുടെ പോസ്റ്റൽ സംവിധാനം. അപ്പോൾ ഈ ഒരു അഞ്ചൽ സംവിധാനം എന്ത് ചെയ്തു, പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തു. അപ്പോൾ അന്ന് വരെ അതൊരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഗവൺമെൻറ്റിൻ്റെ മാത്രമായിരുന്നു. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, അത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു അഞ്ചൽ സംവിധാനം, ഒരു പോസ്റ്റൽ സംവിധാനം എന്ത് ചെയ്തു, തുറന്നു കൊടുത്തു. ഏത് വർഷമാണ്? 1861. 1875 ആയില്യം തിരുനാളിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് സമഗ്രമായിട്ടുള്ളൊരു സെൻസസ് കനേഷ് കുമാരി നടത്തുന്നത്. അതേത് വർഷം? 1875 കേട്ടോ. 1875 മെയ് 18 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 1875 മെയ് 18 തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ശാസ്ത്രീയവും സമഗ്രവുമായ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തിയ വർഷം. ഓക്കെ, ഇനി ഈ ഒരു ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് സന്ദിഷ്ടവാദി പത്രം എന്ത് ചെയ്യുന്നത്, നിരോധിക്കുന്നത്. അപ്പോൾ സന്ദിഷ്ടവാദി പത്രം നിരോധിച്ചു. സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് സന്ദിഷ്ടവാദി പത്രം എന്ത് ചെയ്തിട്ടുള്ളത്, നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആയില്യം തിരുനാളിൻ്റെ പ്രധാനപ്പെട്ട ഭരണ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ദിവാൻമാർ,
പ്രധാനപ്പെട്ട കുറച്ച് വർഷങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ആയില്യം തിരുനാളിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് വിശാഖം തിരുനാൾ, ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അധികാരത്തിൽ വന്ന രാജാവായിട്ടുള്ള വിശാഖം തിരുനാളിനെ കുറിച്ച് നോക്കാം. ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാരിൽ 1880 മുതൽ 1885 കാലഘട്ടം വരെ ഭരിച്ചിരുന്ന ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം സസ്യശാസ്ത്രത്തിലും കൃഷിയിലുമെല്ലാം വളരെ താല്പര്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ രാജാവായിരുന്നു. പണ്ഡിതനായ തിരുവിതാംകൂർ രാജാവെന്നും ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്നു. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന ഭരണപരിഷ്കാരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നതാണ് പോലീസ് സൈന്യത്തെ കാലോചിതമായി പുനഃസംഘടിപ്പിച്ചു എന്നത്. അപ്പോൾ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയാണ്. ഓരോ തിരുവിതാംകൂർ രാജാക്കന്മാർ ഭരണത്തിൽ വരുമ്പോഴും ആ ഒരു കാലഘട്ടത്തിനനുസരിച്ച് നികുതിയിൽ മാറ്റങ്ങൾ വരുത്തുകയോ അത് നിർത്തലാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിരുന്നു, ജനങ്ങൾക്ക് അസഹനീയമായിട്ടുള്ള ചില നികുതികളും കാര്യങ്ങളും വെട്ടിച്ചുരുക്കുകയും നിർത്തലാക്കുകയൊക്കെ ചെയ്തു. 1883 സമ്പൂർണ്ണ ഭൂസർവേയാണ് മറ്റൊരു പ്രധാന വികസന നേട്ടം എന്ന് പറയുന്നത്. അപ്പോൾ 1883 ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ഭൂസർവേയും കണ്ടെഴുത്തും നടത്താനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ 1883 സമ്പൂർണ്ണമായ ഭൂസർവേ കണ്ടെഴുത്ത് നടത്താൻ തീരുമാനിച്ചത് വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് സസ്യശാസ്ത്രത്തിലും കൃഷിയിലൊക്കെ വളരെയധികം താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ കൃഷി പ്രോത്സാഹിപ്പിച്ചു. മരച്ചീനി കൃഷിയെല്ലാം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. മഹാരാജാവിനോടുള്ള സ്മരണാർത്ഥം ഒരു മരച്ചീനി വിഭാഗത്തിന് ശ്രീ വിശാഖം എന്ന് പേര് നൽകുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് 1884 തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് സ്ഥാപിക്കുന്നത്. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കൊല്ലത്താണ് 1884. വിദ്യാഭ്യാസ രംഗത്തും കരകൗശല രംഗത്തും കാർഷിക രംഗത്തും എല്ലാം വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ചൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകിയതിലൂടെ പ്രൈമറി വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ എല്ലാം വലിയൊരു പുരോഗതിയും നേട്ടവുമൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കരകൗശല പ്രവർത്തനങ്ങൾക്ക് ഇദ്ദേഹം പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു. ഇനി സുപ്രധാന ചരിത്ര നേട്ടങ്ങളിൽ ശ്രീ വിശാഖം തിരുനാളിൻ്റെ കാലഘട്ടത്തിലാണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാറ് എഴുതുന്നത്. അപ്പോൾ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് ഈ ഒരു കരാറ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ചു ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. അതുപോലെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമാകാൻ വേണ്ടി ക്ഷണം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നാട്ടുരാജാവാണ് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. അപ്പോൾ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമാകാൻ ക്ഷണം ലഭിച്ച ആദ്യ ഇന്ത്യയിലെ ആദ്യ നാട്ടുരാജാവ് ആരാണ്? ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ശ്രീ വിശാഖം തിരുനാൾ രാമവർമ്മയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടങ്ങളെക്കുറിച്ചും പറയാനുള്ളത്. 1885 ഇദ്ദേഹം മരണമടഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയൊരു കാലയളവാണ് ഇദ്ദേഹം ഭരണത്തിലിരുന്നത്. നമ്മൾ പറഞ്ഞു പ്രധാന നേട്ടങ്ങൾ: പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചു, അതുപോലെ തന്നെ 1883 സമ്പൂർണ്ണ ഭൂസർവേയും കണ്ടെഴുത്തും, മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിക്കുക, പരുത്തി മില്ല് സ്ഥാപിക്കുന്നത് 1884.